ഈ പയർ ഞാൻ ആദ്യമായിട്ടാണ് കിളിർപ്പിച്ചെടുത്തത്. ഇത് കണ്ടിട്ട് നന്നായിരിക്കുന്നു. പക്ഷേ ഇത് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഗ്രീൻ കളർ ആകുമായിരിക്കും. ഞാനത് കാണിക്കാം. ഈ ബീൻസിന് റെഡ് നൂഡിൽ ബീൻസ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൃഷി ചെയ്തതും കറി വെക്കാൻ പോകുന്നതും. പച്ചപ്പയർ പോലെ തന്നെ വേറൊരു വിധത്തിലുള്ള പർപ്പിൾ കളറിലുള്ള ബീൻസാണ്. ഇതുകൊണ്ട് ഞാൻ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഈ പയർ ഇടുന്നതിന് മുമ്പേ ഈ ചട്ടിയുടെ അടിയിൽ ഞാൻ കുറച്ച് തേങ്ങ കുത്തിയതാണ് ഇടുന്നത്. പയർ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ തേങ്ങ ചേർക്കുന്നത് നല്ലതാണ്. ഈ പയറിൽ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. ഇത് ഞാൻ മൂടി വെക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പയറിൻ്റെ കളറൊന്നും മാറുകയില്ലെന്ന് തോന്നുന്നു. പർപ്പിൾ പോലെ തന്നെ ഇരിപ്പുണ്ട്. പയറിലെ വെള്ളം പറ്റി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്, ഒരു തണ്ട് കറിവേപ്പില, 2 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഈ മീഡിയം സ്ലൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ഡ്രൈഡ് ചില്ലി ചേർക്കുന്നുണ്ട്. ഈ സവോളയൊക്കെ ഒരു 3-4 മിനിറ്റോളം വഴറ്റി ഇനി ഞാനിതിലേക്ക് പയർ ചേർത്ത് ഇളക്കിയെടുക്കുകയാണ്. ഈ പയർ ഏകദേശം ഒരു 18 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല രുചിയുമുണ്ട്. ഇതുപോലത്തെ പയർ കിട്ടുകയാണെന്ന് വരികിൽ വാങ്ങി ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കുക.